ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ലാലേട്ടൻ വന്ന പാടെ അനിമോൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അനിമോൾ എണീറ്റ് നിൽക്കുന്നു. നിങ്ങൾക്ക് നാണമുണ്ടോ? എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇതൊരു ഷോ ഇല്ലേ? ഞങ്ങൾക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലേ? ജിസേൽ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? മസ്താനി എന്ന് വിളിക്കുമ്പോൾ മസ്താനി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, കണ്ണുകൊണ്ട് നോക്കണ്ട, എൻ്റെ അടുത്ത് നോക്കി സംസാരിക്കണം എന്ന് ഭയങ്കര ദേഷ്യത്തിലാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. ശരി അനിമോൾ, ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനിമോൾ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ അനിമോൾ അതിന് മറുപടി പറയുന്നുണ്ട്, എനിക്കറിയില്ല ലാലേട്ട, പക്ഷേ ഞാൻ കണ്ടു. അപ്പോൾ ലാലേട്ടൻ വീണ്ടും ദേഷ്യത്തിൽ ചോദിക്കുന്നത്, അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്നേ? തോന്നിവാസം പറഞ്ഞിട്ടെന്ന് പറഞ്ഞാണ് ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. ഭയങ്കര ദേഷ്യത്തിലാണ് ലാലേട്ടൻ. ഈ പ്രൊമോ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഈ പ്രൊമോയെ പറ്റി ഭയങ്കരമായ കമൻറ്റുകളും കാര്യങ്ങളുമാണ് പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വന്ന ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്, ചാനലിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാതിരിക്കുക. ജനങ്ങൾ കാണുന്ന ഷോയാണ്. തോന്നിവാസം കണ്ടാൽ അത് പറയുന്ന ആളെ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാതിരിക്കുക. ജനങ്ങളെല്ലാം കണ്ടതാണ്, പിന്നെ മോഹൻലാൽ മാത്രം അത് കണ്ടില്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. തുടർന്ന് വീണ്ടും ഒരു കമൻറ്റ്: ആ പറഞ്ഞത് കയ്യിലിരിക്കട്ടെ മോഹൻലാലിൻ്റെ, അനു മാത്രമല്ലല്ലോ കണ്ടത്, പിന്നെ എന്തിനാണ് ക്യാമറ ഫോക്കസ് ചെയ്ത് അങ്ങോട്ട് നോക്കിയത്? ഇത് ജനങ്ങൾക്ക് അറിയാമായിരുന്നു അനുവിനെ മാത്രം ഫയർ ചെയ്യൂ എന്ന്. അപ്പോൾ തോന്നിവാസം കാണിച്ചവർ സേഫായി. ബിഗ് ബോസ് പ്രേക്ഷകരോട് കാണിക്കുന്ന തോന്നിവാസമായി ഇതിനെ കാണാൻ പറ്റൂ. തോന്നിവാസം കാണിക്കാം, കണ്ടത് പറയാൻ പാടില്ല. ഈ പ്രൊമോ എഡിറ്റ് ചെയ്യുന്ന ചേട്ടനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. യഥാർത്ഥ എപ്പിസോഡ് കാണുമ്പോൾ ഇല്ലാത്ത ലാലേട്ടൻ്റെ ദേഷ്യവും ചൂടും ഈ കയർക്കലും ഒക്കെ എത്ര മനോഹരമായാണ് അദ്ദേഹം ചെറിയ സീനുകൾ കട്ട് ചെയ്ത് ഈ കോലത്തിലാക്കുന്നത്. എപ്പിസോഡ് കാണുമ്പോൾ ഇതെല്ലാം കത്തും എല്ലാവർക്കും. പൊളിച്ചു എഡിറ്റർ എണ്ണ. ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ. എന്തായാലും അനിമോളെ കുറ്റപ്പെടുത്തി ലാലേട്ടൻ്റെ ഒരു പ്രൊമോയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ പ്രൊമോയിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയായിട്ട് മാറ്റിയാണ് അവർ എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത്. മൊത്തത്തിൽ അനിമോളെ അല്ല പറയുന്നത്. പക്ഷേ പ്രേക്ഷകർ ഇതിനെതിരെ ഇപ്പം തന്നെ തയ്യാറിലിരിക്കുകയാണ്. എപ്പിസോഡിനകത്ത് വരുന്നതിന് ഡയറക്റ്റ് കണ്ടിട്ട് അവർ പറയും. പ്രേക്ഷക വിധിയാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ. അനുമോളുടെ കൂടെ പ്രേക്ഷകരുള്ളിടത്തോളം കാലം അനുമോൾ സേഫ് തന്നെയാണ്. അതിനകത്ത് ഇനി ഒരു സംശയവുമില്ല. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. തുടർന്നുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.